എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സെക്കൻഡ് ഇയർ സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ടുഡേ വി വിൽ ഡിസ്കസ് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. മെൻഡൽ പബ്ലിഷ്ഡ് ഹിസ് വർക്ക് ഓൺ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ 1865, ബട്ട് ഇറ്റ് റിമെയിൻഡ് അൺറിക്കഗ്നൈസ്ഡ് ടിൽ 1900. 1865 തൻ്റെ പരീക്ഷണ ഫലം അദ്ദേഹം പബ്ലിഷ് ചെയ്തു. പക്ഷേ 1900 വരെ തിരിച്ചറിയപ്പെടാതെ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വർക്ക്. ക്യാൻ യു ഗസ് ദ റീസൺസ്? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാരണങ്ങളെന്ന്. ഒന്നാമത്തെ കാരണം, കമ്മ്യൂണിക്കേഷൻ വാസ് നോട്ട് ഈസി ഇൻ ദോസ് ഡേയ്സ് ആസ് ഇറ്റ് ഇസ് നൗ. ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിൽ എന്ത് നടന്നാലും ആ നിമിഷം നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്കത് കാണാനുള്ള സൗകര്യമുണ്ട്. ഫേസ്ബുക്ക് ലൈവിലൂടെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ സമയം നമ്മുടെ ഫോണിൽ നമുക്ക് കാണാൻ കഴിയും. അത്രമാത്രം സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. പക്ഷേ മെൻഡലിൻ്റെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ തീരെ ഡെവലപ്പ് ചെയ്തിരുന്നില്ല. രണ്ടാമത്തെ കാരണം, മെൻഡൽസ് കോൺസെപ്റ്റ് ഓഫ് ജീൻസ് ആസ് ഡിസ്ക്രീറ്റ് ആൻഡ് സ്റ്റേബിൾ ഫാക്ടേഴ്സ് ദറ്റ് കൺട്രോൾ ക്യാരക്ടേഴ്സ് വാസ് നോട്ട് അക്സെപ്റ്റബിൾ ടു ഹിസ് കോണ്ടംപററീസ്. മെൻഡൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജീനുകളെ അദ്ദേഹം ഫാക്ടേഴ്സ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഫാക്ടേഴ്സിനെ സ്ഥിരമായതും പരസ്പരം കൂടിക്കലരാത്തതുമായ ഘടകങ്ങളാണെന്ന് വിശേഷിപ്പിച്ചു. ഇത് ഓരോ സ്വഭാവത്തെയും നിർണ്ണയിക്കുന്നു എന്ന് പറഞ്ഞു. ഈ കോൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെ സമകാലികരായ ശാസ്ത്രജ്ഞന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ കാരണം, മെൻഡൽസ് അപ്രോച്ച് ഓഫ് യൂസിങ് മാത്തമാറ്റിക്സ് ടു എക്സ്പ്ലെയിൻ ബയോളജിക്കൽ ഫിനോമിന വാസ് ടോട്ടലി ന്യൂ ആൻഡ് അൺഅക്സെപ്റ്റബിൾ ടു ഹിസ് കോണ്ടംപററീസ്. ഒരു ജീവശാസ്ത്ര പ്രതിഭാസം വിശദീകരിക്കാനായി ഗണിതശാസ്ത്രം ഉപയോഗിച്ചത് അന്നത്തെ കാലത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മെൻഡൽ കുഡ് നോട്ട് പ്രൊവൈഡ് എനി ഫിസിക്കൽ പ്രൂഫ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് ഉണ്ടെന്നും ഫാക്ടേഴ്സാണ് സ്വഭാവ സവിശേഷതകളെ നിയന്ത്രിക്കുന്നത് എന്നും മെൻഡൽ കണ്ടെത്തി. പക്ഷേ ഫാക്ടേഴ്സ് എന്താണെന്നോ ഫാക്ടേഴ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നോ എന്ത് പദാർത്ഥം കൊണ്ടാണ് ഈ ഫാക്ടേഴ്സ് നിർമ്മിച്ചിരിക്കുന്നതെന്നോ വിശദീകരിക്കാൻ മെൻഡലിന് കഴിഞ്ഞില്ല. ഇൻ 1900 ഹ്യൂഗോ ഡി വ്രേസ്, കോൾ കോറൻസ് ആൻഡ് എറിക് ഫോൺ ഷെർമാർക്ക് independently conducted the same experiments and they reached the similar conclusions as that Mendel received. 1900 ഡി വ്രീസും കോൾ കോറൻസും എറിക് ഷെർമാർക്കും സ്വതന്ത്രമായി മെൻഡൽ നടത്തിയ അതേ പരീക്ഷണങ്ങൾ ചെയ്യുകയും മെൻഡൽ എത്തിച്ചേർന്ന അതേ നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തു. 1900 ആയപ്പോഴേക്കും മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തം സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സയൻറ്റിസ്റ്റിന് മൈക്രോസ്കോപ്പിലൂടെ സെൽ ഡിവിഷൻ കാണാൻ പറ്റി. സെല്ലിൻ്റെ ന്യൂക്ലിയസിനുള്ളിലെ സ്ട്രക്ചേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഈ ന്യൂക്ലിയർ മെറ്റീരിയൽ സെൽ ഡിവിഷന് തൊട്ട് മുമ്പ് ഇരട്ടിക്കുമെന്നും വിഭജിക്കുമെന്നും കണ്ടെത്തി. ഈ ന്യൂക്ലിയർ മെറ്റീരിയൽസിന് കളേർഡ് ബോഡി എന്നർത്ഥം വരുന്ന ക്രോമസോംസ് എന്നുള്ള പേര് നൽകി സ്റ്റെയിൻ ചെയ്തുകൊണ്ട് ഇവയെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാനും കഴിഞ്ഞു. ഏതാണ്ട് 35 വർഷത്തോളം മെൻഡലിൻ്റെ വർക്കിന് വേണ്ടത്ര പ്രചാരം ലഭിച്ചില്ല. 35 വർഷത്തിനുള്ളിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉണ്ടായ പുരോഗതി മെൻഡലിൻ്റെ വർക്കിന് വേണ്ടത്ര സപ്പോർട്ട് നൽകി. In 1902, Walter S. Sutton and Theodore Boveri explained chromosome theory of inheritance. They observed that the behavior of chromosome was parallel to the behavior of genes. ജീനുകളുടെ സ്വഭാവവും ക്രോമസോമുകളുടെ സ്വഭാവവും സമാനമാണെന്ന് അവർ കണ്ടെത്തി. They used chromosome movement to explain Mendel's law. മെൻഡലിൻ്റെ പാരമ്പര്യ നിയമങ്ങളെ വിശദീകരിക്കാൻ അവർ ക്രോമസോം മൂവ്മെൻറ്റ് ഉപയോഗിച്ചു. സ്ക്രീനിലേക്ക് നോക്കൂ.
ജീൻസിൻ്റെയും ക്രോമസോമിൻ്റെയും ബിഹേവിയേഴ്സ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ടേബിളിൽ കാണുന്നത്. ക്രോമസോംസ് occur in pairs. Genes also occur in pairs. Chromosome segregate at the time of gamete formation so that only one of each pair is transmitted to a gamete. ഗമീറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ക്രോമസോമുകൾ ജോഡി പിരിയുകയും ഈ ജോഡിയിൽ ഓരോന്നും ഓരോ ഗമീറ്റിലേക്ക് പോവുകയും ചെയ്യും. Genes also segregate at gamete formation and only one of each pair is transmitted to a gamete. ജീനുകളും ഗമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് വേർപിരിയുകയും ഓരോന്നും ഓരോ ലിംഗകോശത്തിലേക്ക് പോവുകയും ചെയ്യും. ഇൻഡിപെൻഡൻറ്റ് പെയർസ് ഓഫ് ക്രോമസോംസ് സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ. വൺ പെയർ ജീൻസ് സെഗ്രിഗേറ്റ്സ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അനദർ പെയർ. അപ്പോൾ നോക്കൂ, ക്രോമസോമുകൾ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു. ജീനുകളും സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു. ഇത് തെളിയിക്കുന്നത് വാൾട്ടർ സട്ടനും തിയോഡർ ബൊവേറിയും പറഞ്ഞ സമാനതകളാണ്. ക്രോമസോം മൂവ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നിങ്ങൾ കോശവിഭജനത്തെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചത് ഓർക്കുക. There are two types of cell division, mitosis and meiosis. Mitosis is an equational division that takes place in somatic cells, while meiosis is a reduction division that takes place in reproductive cells. Prophase, metaphase, anaphase, telophase എന്നിങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓരോ കോശ വിഭജനത്തിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: ക്രോമസോംസ് ആസ് വെൽ as ജീൻസ് occur in pairs. ക്രോമസോമുകളും ജീനുകളും ജോഡികളായി കാണപ്പെടുന്നു. The two alleles of a gene pair are located on homologous site of homologous chromosomes. ജീനുകൾ ജോഡികളായി കാണപ്പെടുന്നു. ഒരു ജീൻ പെയറിൻ്റെ രണ്ട് അലീലുകളും ഹോമലോഗസ് ക്രോമസോമിൻ്റെ ഹോമലോഗസ് സൈറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. G1, G2 എന്നിങ്ങനെ കാണിച്ചിരിക്കുന്നത് കോശവിഭജനത്തിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ്. കോശവിഭജനത്തിന് തൊട്ട് മുമ്പ് ക്രോമസോമുകൾ, കോശവിഭജനത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി വളരെ ഭംഗിയായി പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. മിയോസിസ് 1 അനാഫേസ് സ്റ്റേജ് ആകുമ്പോഴേക്കും ക്രോമസോമുകൾ മെറ്റാഫേസ് പ്ലേറ്റിന് അടുത്തേക്ക് വന്ന് ജോഡി ചേരുന്നു. മിയോസിസ് 2 അനാഫേസ് സ്റ്റേജിൽ ഈ ജോഡി ചേർന്ന ക്രോമസോമുകൾ ജോഡി പിരിയുകയും ജേം സെൽസിലേക്ക് പോവുകയും ചെയ്യുന്നു. ഏതൊക്കെ തരത്തിലാണ് ക്രോമസോമുകൾ ജോഡി ചേരാൻ സാധ്യതയുള്ളത്? നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് പരിശോധിച്ച് നോക്കാം. ഇൻ പോസിബിലിറ്റി 1, ലോങ് ഓറഞ്ച് ക്രോമസോംസ് and short green chromosomes align at the metaphase plate. Similarly, long yellow and short red also align at metaphase plate. Long orangeും short greenും ക്രോമസോംസ് ഒരുമിച്ച് അലൈൻ ചെയ്യപ്പെടാം. ലോങ് യെല്ലോയും ഷോർട്ട് റെഡും അലൈൻ ചെയ്യപ്പെടാം. അപ്പോൾ ഓരോ ക്രോമസോം പെയറിലും ഉള്ളത് ലോങ് ഓറഞ്ച് വിത്ത് ഗ്രീൻ, ലോങ് യെല്ലോ വിത്ത് ഷോർട്ട് റെഡ്. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി പരിശോധിക്കുകയാണെങ്കിൽ മിയോസിസ് 1 അനാഫേസ് സ്റ്റേജിൽ ലോങ് ഓറഞ്ച് ക്രോമസോം അലൈൻ വിത്ത് ഷോർട്ട് റെഡ് ആൻഡ് ലോങ് യെല്ലോ ക്രോമസോം അലൈൻ വിത്ത് ഗ്രീൻ ക്രോമസോം അറ്റ് ദ മെറ്റാഫേസ് പ്ലേറ്റ്. അപ്പോൾ ലോങ് ഓറഞ്ചും ഷോർട്ട് റെഡും തമ്മിലും ലോങ് യെല്ലോയും ഷോർട്ട് ഗ്രീനും തമ്മിലും മെറ്റാഫേസ് പ്ലേറ്റിൽ അലൈൻ ചെയ്യപ്പെടാം. അപ്പോൾ ഓറഞ്ച് റെഡ് ഒരു കോമ്പിനേഷൻ, യെല്ലോ വിത്ത് ഗ്രീൻ അനദർ കോമ്പിനേഷൻ. മിയോസിസ് 2 അനാഫേസ് സ്റ്റേജിൽ ഈ ജോഡി വേർപിരിയുകയും ഓരോന്നും ഓരോ ജേം സെല്ലിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. ലോങ് ഓറഞ്ച് വിത്ത് ഷോർട്ട് റെഡ് ആൻഡ് ലോങ് യെല്ലോ വിത്ത് ഷോർട്ട് ഗ്രീൻ. നമുക്ക് ഈ കാര്യം ഒന്നുകൂടി ഉറപ്പിക്കാം. During anaphase of meiosis 1, the two chromosome pairs can align at the metaphase plate independently of each other. സ്വതന്ത്രമായി ഇവയ്ക്ക് മെറ്റാഫേസ് പ്ലേറ്റിൽ ജോഡി ചേരാൻ കഴിയുന്നത് കൊണ്ടാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ടായത്. Compare the chromosomes of 4 different colors in the left and right column. In the first possibility, orange and green segregated together. In possibility 2, orange and red
segregated together. In possibility 1, yellow chromosome and red chromosome segregated together, and in possibility 2, yellow chromosome segregated with green chromosome. So, chromosome theory of inheritance states that pairing and separation of a pair of chromosomes would lead to the segregation of a pair of factors they carried. Chromosome theory of inheritance പറയുന്നത് ക്രോമസോമുകൾ ജോഡി ചേരുകയും പിരിയുകയും ചെയ്യുമ്പോൾ അവ ഉൾക്കൊള്ളുന്ന ഘടകങ്ങളും വേർപിരിയുന്നു, അല്ലെങ്കിൽ അവയിൽ അടങ്ങിയിരിക്കുന്ന ഫാക്ടേഴ്സും വേർപിരിയുന്നു. സട്ടൺ യുണൈറ്റഡ് ദിസ് നോളജ് ഓഫ് ക്രോമസോം മൂവ്മെൻറ്റ് വിത്ത് മെൻഡീലിയൻ പ്രിൻസിപ്പിൾസ്. സട്ടൺ ക്രോമസോമിൻ്റെ മൂവ്മെൻറ്റിനെ മെൻഡീലിയൻ പ്രിൻസിപ്പിൾസുമായിട്ട് കമ്പൈൻ ചെയ്തു. അങ്ങനെയാണ് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഫോർമുലേറ്റ് ചെയ്തത്. ഒരു തിയറി ഉണ്ടായാൽ ആ തിയറിയെ യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി വെരിഫൈഡ് എക്സ്പെരിമെൻ്റലി. എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ ഓഫ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് വാസ് ഡൺ ബൈ തോമസ് ഹണ്ട് മോർഗൻ ആൻഡ് ഹിസ് കൊളീഗ്സ്. TH മോർഗനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്നാണ് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന് എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്തത്. മോർഗൻ വർക്ക്ഡ് വിത്ത് ഡ്രോസോഫില. മോർഗൻ്റെ പരീക്ഷണ വസ്തു ഡ്രോസോഫിലയായിരുന്നു. ഡ്രോസോഫില നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ഒക്കെ വീട്ടിൽ വല്ലപ്പോഴുമൊക്കെ വരുന്ന ഒരു അതിഥിയാണ് ഈ ഡ്രോസോഫില. ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്നാണ് മുഴുവൻ പേര്. മലയാളത്തിൽ നമ്മളതിനെ പഴയീച്ച എന്ന് വിളിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പഴയീച്ചയുടെ പേരിന് പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് കുറ്റിയീച്ച എന്നൊരു പേരുണ്ട്. എന്നാൽ കോഴിക്കോടുള്ള ചില ഭാഗങ്ങളിൽ കൊത്തളങ്ങ എന്നറിയപ്പെടുന്നതും ഈ പഴയീച്ചയാണ്. പണ്ടൊക്കെ നമ്മൾ ഫ്രൂട്ട് സ്റ്റാളിൽ ചെന്നാൽ പഴങ്ങളുടെ മേലെ ഈ ഈച്ച വന്ന് നിറഞ്ഞിരിക്കുന്ന കാണുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വീട്ടിൽ ഉള്ളി തൊലിച്ചിട്ട് കുറച്ച് നേരം ആ തൊലി അവിടെ കൂട്ടി വെച്ചാലോ, പഴം കഴിച്ചിട്ട് തൊലി അവിടെ കുറച്ച് നേരം വെച്ചിരുന്നാലോ, ഒരു തൈര് പാത്രം കുറച്ച് നേരം തുറന്നു വെച്ചാലോ ധാരാളമായി വന്നു കൂടുന്ന ഈച്ചകളാണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. TH മോർഗൻ അദ്ദേഹത്തിൻ്റെ പരീക്ഷണ വസ്തുവായി ഡ്രോസോഫിലയെ തിരഞ്ഞെടുത്തു. അപ്പോൾ അവിടെ ഒരു ചോദ്യം, വൈ ഡ്രോസോഫില? എന്തുകൊണ്ടാണ് അദ്ദേഹം ഡ്രോസോഫിലയെ തന്നെ തിരഞ്ഞെടുത്തത്? കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ദേ കുഡ് ബി ഗ്രോൺ ഇൻ സിമ്പിൾ സിന്തറ്റിക് മീഡിയം ഇൻ ദി ലബോറട്ടറി. ലബോറട്ടറിയിൽ വളരെ സിമ്പിളായ കൾച്ചർ മീഡിയത്തിൽ ഇവയെ വളർത്തിയെടുക്കാൻ കഴിയും. രണ്ട്, ദേ ഹാവ് എ വെരി ഷോർട്ട് ലൈഫ് സ്പാൻ. ദേ കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ വിത്തിൻ 2 weeks. ഏതാണ്ട് 2 ആഴ്ച കൊണ്ട് ഇവയുടെ ജീവിതചക്രം പൂർത്തിയാകും. അപ്പോൾ ഒരു പരീക്ഷണം നമ്മൾ ഡ്രോസോഫിലയിൽ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. എ സിംഗിൾ മേറ്റിംഗ് ക്യാൻ പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് പ്രോജനീസ്. ഒരൊറ്റ മേറ്റിങ്ങിലൂടെ ധാരാളം പ്രോജനീസിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അടുത്ത ഒരു കാരണം, ദർ വാസ് ക്ലിയർ ഡിഫറൻസിയേഷൻ ഓഫ് സെക്സസ്. മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ ബി ഈസിലി ഡിസ്റ്റിങ്വിഷ്ഡ്. ആണീച്ചയെയും പെണ്ണീച്ചയെയും വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബാഹ്യപ്രകൃതി കൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയും. ഇറ്റ് ഹാസ് മെനി ടൈപ്സ് ഓഫ് ഹെറിഡിറ്ററി വേരിയേഷൻസ് ഓൾസോ. ഇവയെ ഒരു ലോ പവർ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ പോലും തിരിച്ചറിയാൻ കഴിയുന്നത്ര ഹെറിഡിറ്ററി വേരിയേഷൻസ് കാണിക്കുന്ന ഒരു ജീവിയും കൂടിയാണ് ഡ്രോസോഫില. അതുകൊണ്ടൊക്കെയാണ് TH മോർഗൻ selected Drosophila as his experimental material. Let us see the experiments conducted by TH Morgan. He performed several dihybrid crosses in Drosophila. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ബോഡി കളർ ആൻഡ് ഐ കളർ ഒരു കോമ്പിനേഷൻ, ഐ കളർ ആൻഡ് വിങ് സൈസ്, അങ്ങനെ 2 ഡൈഹൈബ്രിഡ് ക്രോസസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മോർഗൻ ഹൈബ്രിഡൈസ്ഡ് യെല്ലോ ബോഡീഡ് ആൻഡ് വൈറ്റ് ഐഡ് ഫ്ലൈസ് വിത്ത് ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് ഫ്ലൈസ് ക്രോസ് ചെയ്തു. ആൻഡ് ഹി റേസ്ഡ് F1 progeny. Then he intercrossed the F1 progenies. He observed that ഒന്നാം തലമുറയിലുണ്ടായ ഫ്ലൈസിനെ ഇന്റർക്രോസ് ചെയ്ത് 2ാം തലമുറ ഉണ്ടാക്കിയപ്പോൾ മോർഗൻ നാച്ചുറലി എക്സ്പെക്റ്റഡ് ഡൈഹൈബ്രിഡ് ക്രോസ് റേഷ്യോ 9:3:3:1 എന്ന റേഷ്യോയിൽ പ്രോജനീസ് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ദ ജീൻസ് ഡിഡ് നോട്ട് ഇൻഡിപെൻഡൻ്റ്ലി സെഗ്രിഗേറ്റഡ് ആൻഡ് ദ F2 റേഷ്യോ ഡീവിയേറ്റഡ് significantly from the typical dihybrid cross ratio. 9:3:3:1 എന്നുള്ള റേഷ്യോയിൽ നിന്ന് കാര്യമായ വ്യത്യാസം കാണിച്ചു. ഇനി നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കൂ. ഒന്നാമത്തെ ക്രോസിൽ
അദ്ദേഹം കൺസിഡർ ചെയ്തിരിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ബോഡി കളർ ആൻഡ് ഐ കളർ. ഹി ക്രോസ്ഡ് എ ഫീമെയിൽ ഫ്ലൈ with yellow body and white eye with a male having brown body and red eye. നിങ്ങൾ ആ ഇല്ലസ്ട്രേഷനിൽ കാണുന്നുണ്ട് YW എന്ന ഫീമെയിലിനെ കാണിച്ചിട്ടുണ്ട്. മെയിൽ ഈസ് റെപ്രസെൻറ്റഡ് ആസ് Y+W+ എന്ന്. സെക്സിലും സ്മോൾ ലെറ്റേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നിൽ Y+W+ എന്ന് കാണിച്ചിട്ടുണ്ട്, ഒരു പ്ലസ് സൈൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലസ് സൈൻ കാണിക്കുന്നത് ഇറ്റ്സ് എ ഡോമിനൻറ്റ് ട്രേറ്റ്. അതൊരു ഡോമിനൻറ്റ് ട്രേറ്റ് ആണ്. മാത്രമല്ല വൈൽഡ് ടൈപ്പാണ്, സാധാരണയായിട്ട് കാണപ്പെടുന്ന ജീവികളാണ് എന്ന് സൂചിപ്പിക്കാനാണ് പ്ലസ് സൈൻ കാണിക്കുന്നത്. അതേ സ്മോൾ ലെറ്റേഴ്സാണ് മ്യൂട്ടൻ വെറൈറ്റീസിനെ കാണിക്കാനും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്ലൈ വിത്ത് യെല്ലോ ബോഡി ആൻഡ് വൈറ്റ് ഐ ഈസ് ക്രോസ്ഡ് വിത്ത് എ മെയിൽ ഫ്ലൈ വിത്ത് ബ്രൗൺ ബോഡി ആൻഡ് റെഡ് ഐ. മെയിൽ തിരിച്ചറിയാൻ എളുപ്പമാണ്. ഫീമെയിൽ ഹാവിങ് 2 X ക്രോമസോംസ്, 2 റോഡ് ഷേപ്ഡ് ക്രോമസോംസ് നിങ്ങൾക്ക് കാണാം. മെയിലിനടുത്ത് നിങ്ങൾക്ക് ഒരു X ക്രോമസോമും ഒരു Y ക്രോമസോമും കാണാം. Y ക്രോമസോം ഒരു ഹുക്ക് പോലെ കാണുന്നുണ്ട്, X ക്രോമസോം റോഡ് ഷേപ്ഡ് ആയിട്ടും കാണാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോത്ത് ദ ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ X ക്രോമസോം. Y ക്രോമസോമിൽ ബോഡി കളറിനെയോ ഐ കളറിനെയോ ഡിറ്റർമിൻ ചെയ്യുന്ന ജീൻസ് ഇല്ല എന്നും കാണാൻ പറ്റും. ആൻഡ് വൈറ്റ് ഐഡ് ഫ്ലൈസ്. അപ്പോൾ പാരൻ്റൽ ടൈപ്പ് തന്നെയാണ് F1 ഉണ്ടായത്. F2 ജനറേഷൻ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് 98.7 ഫ്ലൈസ് വെയർ ഓഫ് പാരൻ്റൽ ടൈപ്പ്. 100 ഫ്ലൈ ഉണ്ടായെങ്കിൽ ഏതാണ്ട് 98.7, അതായത് 99 എണ്ണവും പാരൻസിൻ്റെ അതേ ക്യാരക്ടറോട് കൂടിയവയായിരുന്നു. only 1.3% ഷോർട്ട് റീകോമ്പിനേഷൻ. 1.3%, 100 ഫ്ലൈയിൽ ഒരെണ്ണമാണ് റീകോമ്പിനേഷൻ കാണിച്ചത്. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ക്രോസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 98.7% പാരൻ്റൽ ടൈപ്പും 1.3% റീകോമ്പിനൻ്റ് ടൈപ്പും കിട്ടി. ലെറ്റ്സ് ഒബ്സർവ് ദ സെക്കൻഡ് ക്രോസ്. സെക്കൻഡ് ക്രോസിനായി അദ്ദേഹം പരിഗണിച്ചത് എ വൈറ്റ് ഐഡ് ഫ്ലൈ വിത്ത് സ്മോൾ വിങ്സ്. ഒരു ഫീമെയിൽ ഫ്ലൈ വൈറ്റ് ഐസും ചെറിയ ചിറകുകളും മിനിയേച്ചർ ചിറകുകളുമുള്ള മിനിയേച്ചർ സൈസ്ഡ് ചിറകുകളുമുള്ള ഒരു ഫീമെയിൽ ഫ്ലൈനെ ഒരു വൈൽഡ് ടൈപ്പ് മെയിൽ ഫ്ലൈയുമായിട്ട് മേറ്റ് ചെയ്തു. വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ റെഡ് ഐ വിത്ത് ലാർജ് വിങ്സ്, വലിയ ചിറകുകളുള്ളതും ചുവന്ന കണ്ണുകളുള്ളതുമായ ഒരു മെയിൽ ഫ്ലൈയിനെ വെള്ള കണ്ണുകളും ചെറിയ ചിറകുകളുള്ളതുമായ ഒരു ഫീമെയിൽ ഫ്ലൈയുമായിട്ടാണ് ക്രോസ് ചെയ്തത്. റെഡ് ഐസും ലാർജ് വിങ്സും ഉള്ള ഫീമെയിൽ ഫ്ലൈസ് ഉണ്ടായി. വൈറ്റ് ഐസും മിനിയേച്ചർ വിങ്സും ഉള്ള മെയിൽസും ഉണ്ടായി. ഇത് രണ്ടും പാരൻ്റൽ ക്യാരക്ടറാണ്. ദെൻ ഹി റൈസ് ദ F2 ജനറേഷൻ. F2 ജനറേഷൻ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റി 62.8% വെയർ ഓഫ് പാരൻ്റൽ ടൈപ്പ്. 62.8% പാരൻ്റൽ ടൈപ്പും റീകോമ്പിനൻ്റ് ടൈപ്സ് 37.2. നേരത്തെ 1.3% ആണ് കിട്ടിയത്. നൗ ദ റീകോമ്പിനൻ്റ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ 37.2% റീകോമ്പിനൻ്റ് ടൈപ്സ് ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് സംശയം, ഇതെങ്ങനെയാണ് ഈ വ്യത്യാസം സംഭവിച്ചത്? രണ്ടിലും 2 കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് എടുത്തു, പക്ഷേ ഒരു ക്രോസിൽ റീകോമ്പിനൻ്റ് ടൈപ്സ് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള നമ്പറാണ് ഉണ്ടായത്. ബട്ട് ഇൻ സെക്കൻഡ് ക്രോസ് കൺസിഡറബിളി മോശമല്ലാത്തത്രയും നമ്പർ ഓഫ് റീകോമ്പിനൻ്റ് ടൈപ്പ് ഉണ്ടായി. അപ്പോൾ ഇതിന് കാരണം എന്താണ്? ഇനി നിങ്ങൾ ഒന്നുകൂടി ആ ഇല്ലസ്ട്രേഷൻ ശ്രദ്ധിക്കൂ. ഇൻ ക്രോസ് എ, the genes responsible for body color and eye color are located very closely with each other. നോക്കൂ, ആ എക്സ് ക്രോമസോമിൻ്റെ നേരത്തെ പറഞ്ഞു എക്സ് ക്രോമസോമിലാണ് 2 ജീനുകളും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സെൻട്രോമിയറിൽ നിന്ന് കുറച്ച് ദൂരെ മാറി 2 ജീനുകളും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇൻ ക്രോസ് എ, the 2 genes are closely located. വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ക്രോസിംഗ് ഓവർ നടക്കുന്ന സമയത്ത് ഈ ക്രോമസോംസ് മുറിഞ്ഞു മാറാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇവർ വളരെ അടുത്തടുത്താണ് ഈ 2 ജീനുകളും സ്ഥിതി ചെയ്യുന്നത്.
ക്രോസിംഗ് ഓവർ ലീഡ്സ് ടു റീകോമ്പിനേഷൻ. ക്രോസിംഗ് ഓവർ വഴിയാണ് റീകോമ്പിനേഷൻ നടക്കുന്നത്. പക്ഷേ ക്രോസിംഗ് ഓവർ നടക്കുന്ന സമയത്ത് ഈ ജീനുകൾ വളരെ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവരുടെ ഫിസിക്കൽ അസോസിയേഷൻ വളരെ ഹൈ ആണ്. അതുകൊണ്ട് മുറിഞ്ഞു മാറാനുള്ള സാധ്യത കുറവാണ്. ഇൻ ക്രോസ് ബി 2 ജീൻസ് ആർ ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ്. 2 ജീനുകളും ദൂരെയായി സ്ഥിതി ചെയ്യുന്നു. നേരത്തെ വളരെ അടുത്തടുത്തായിരുന്നു 2 ജീനും കണ്ടത്. പക്ഷേ ക്രോസ് ബിയിൽ 2 ജീനുകളുടെ ലൊക്കേഷൻ ശ്രദ്ധിക്കൂ. ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ്, അകലെയായി സ്ഥിതി ചെയ്യുന്നു. 2 ജീനുകളും അകലെയായാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്രോസിംഗ് ഓവർ നടക്കുന്ന സമയത്ത് ഈ ക്രോമസോംസ് മുറിഞ്ഞു മാറാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ റീകോമ്പിനേഷൻ്റെ റേറ്റും വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ലെറ്റ്സ് കൺക്ലൂഡ് ദ മേജർ ഫൈൻഡിങ്സ് ഓഫ് മോർഗൻസ് എക്സ്പെരിമെൻറ്റ്. The genes that control body color and eye color are very tightly linked and showed 98.7% parental type and 1.3% recombinant type. ബോഡി കളറിനെയും ഐ കളറിനെയും നിയന്ത്രിക്കുന്ന ജീൻസ് വളരെ ടൈറ്റായി ലിങ്ക് ചെയ്തിരിക്കുന്നു. എന്താണ് ലിങ്കേജ് എന്ന് നമ്മൾ പറയും. വളരെ ടൈറ്റായി ലിങ്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഫലമായി 98.7% പാരൻ്റൽ ടൈപ്പും 1.3% റീകോമ്പിനൻ്റ് ടൈപ്പും ഫോം ചെയ്തു. The genes that control eye color and wing size are distantly or loosely linked. വളരെ ലൂസായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. And showed 62.8% parental type and 37.2% recombinant type. ഐ കളറും വിങ് സൈസും കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ലൂസായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അവരുടെ ഫിസിക്കൽ അസോസിയേഷൻ അത്ര സ്ട്രോങ് അല്ല. ദേ ആർ ലൂസ്ലി സിറ്റുവേറ്റഡ്. അതുകൊണ്ടാണ് 62.8% പാരൻ്റൽ ടൈപ്പും 37.2% റീകോമ്പിനൻ്റ് ടൈപ്പും ഉണ്ടായത്. ഇഫ് ദ ജീൻസ് ആർ ക്ലോസ്ലി അറേഞ്ച്ഡ് ഇൻ എ ക്രോമസോം, ലിങ്കേജ് ഇസ് ഹൈ. 2 ജീനുകൾ ഒരു ക്രോമസോമിൽ വളരെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരുന്നാൽ ലിങ്കേജ് വളരെ ഹൈ ആയിരിക്കും. ദാറ്റ് ഇസ് സ്ട്രോങ് ഫിസിക്കൽ അസോസിയേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ജീൻസ്. 2 ജീനുകളുടെയും ഇടയിൽ ഒരു സ്ട്രോങ് ഫിസിക്കൽ അസോസിയേഷൻ ഉണ്ടാകും. ഇറ്റ് ഷോ ലോ റീകോമ്പിനേഷൻ റേറ്റ്. ഇഫ് ദ ജീൻസ് ആർ ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ്, ജീനുകൾ ദൂരെയായി സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ഇൻ എ ക്രോമസോം, ലിങ്കേജ് ഇസ് ലോ. ലിങ്കേജ് കുറയും. അതിന് കാരണം ഫിസിക്കൽ അസോസിയേഷൻ വിൽ നോട്ട് ബി ദാറ്റ് മച്ച് സ്ട്രോങ്. ദൂരെയാണ് ജീനുകൾ സ്ഥിതി ചെയ്യുന്നത്. ഫിസിക്കൽ അസോസിയേഷൻ കുറവാണ്. ആൻഡ് ഇറ്റ് ഷോ ഹൈ ഡിഗ്രി ഓഫ് റീകോമ്പിനേഷൻ. അപ്പോൾ റീകോമ്പിനേഷൻ്റെ സാധ്യത കൂടും. In Morgan's experiment, linkage happened because the genes were located on the same X chromosome. അപ്പോൾ മോർഗൻ നടത്തിയ പരീക്ഷണങ്ങളിൽ ലിങ്കേജ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം ജീൻസ് ഒരേ എക്സ് ക്രോമസോമിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സി, ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദി സെയിം ക്രോമസോം. ദേ ആർ സിറ്റുവേറ്റഡ് ഓർ ദേ ആർ ലൊക്കേറ്റഡ് വെരി ക്ലോസ്ലി ആൻഡ് ഫിസിക്കൽ അസോസിയേഷൻ വാസ് സ്ട്രോങ്. അങ്ങനെ ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ 2 ജീനുകൾ ഒരേ ക്രോമസോമിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ, when 2 genes in a dihybrid cross were situated on the same chromosome, the proportion of the parental gene combinations was much higher. Parental gene combination വളരെ കൂടുതലായിരിക്കും than of the non-parental type. Non-parental ടൈപ്പിനേക്കാളും പാരൻ്റൽ ടൈപ്പ് ഓഫ് ജീൻ കോമ്പിനേഷൻ ആയിരിക്കും വളരെ ഉയർന്നു നിൽക്കുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ലിങ്കേജ്. ലിങ്കേജ് എന്ന പ്രതിഭാസമാണ് ഇതിന് കാരണം. ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ 2 ജീനുകൾ ഒരേ ക്രോമസോമിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ പാരൻ്റൽ ജീൻ കോമ്പിനേഷൻസ് ആണ് റീകോമ്പിനൻ്റ് ജീൻ കോമ്പിനേഷൻസിനേക്കാൾ കൂടുതലായി ഉണ്ടാകുന്നത്. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? Let's define the term linkage. Linkage is the phenomenon of coexistence of 2 or more genes in the same chromosome. ഒരേ ക്രോമസോമിൽ 2 അതിലധികമോ ജീനുകൾ കോഎക്സിസ്റ്റ് ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് ലിങ്കേജ് എന്ന് പറയുന്നത്. ലിങ്ക്ഡ് ജീൻസ് ഡു നോട്ട് ഷോ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് കാണിക്കാൻ ലിങ്ക്ഡ് ജീനിന് കഴിയില്ല. നമ്മൾ നേരത്തെ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിൽ പറഞ്ഞു, ഒരു ജോഡി ഗുണം അവരെ ജോഡിയുമായി കൂടിക്കലരാതെ തികച്ചും സ്വതന്ത്രമായി ഇൻഹെറിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു.
ലിങ്ക്ഡ് ജീൻസിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യാനോ സെഗ്രിഗേറ്റ് ചെയ്യാനോ കഴിയില്ല. അപ്പോൾ ഈ ലിങ്ക്ഡ് ജീൻസ് ഡു നോട്ട് ഒബേ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അപ്പോൾ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിന് ഒരു എക്സെപ്ഷനായിട്ട് നമുക്ക് ലിങ്കേജിനെ പറയാം. ഇനി ഒരു ചെറിയ ടാസ്ക് നമുക്ക് ചെയ്യാം. നമ്മൾ ടി.എച്ച്. മോർഗൻ്റെ സ്റ്റഡീസ് കണ്ടതാണ്. വളരെ കാലം ഡ്രോസോഫിലയിൽ ധാരാളം പരീക്ഷണങ്ങൾ നടത്തിയ ഒരു മഹാനായ സയൻറ്റിസ്റ്റാണ് ടി.എച്ച്. മോർഗൻ. നിങ്ങൾക്ക് തരുന്ന ഒരു ടാസ്ക്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ടി.എച്ച്. മോർഗൻ ഇൻ ജെനറ്റിക്സ്. ജനിതക ശാസ്ത്രത്തിന് ടി.എച്ച്. മോർഗൻ നൽകിയ സംഭാവനകളെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക. ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിക്കണമെന്നില്ല. ഇൻ്റർനെറ്റിൽ ധാരാളം സയൻസ് പുസ്തകങ്ങൾ ലഭ്യമാണ്. യു ക്യാൻ റെഫർ ദോസ് ബുക്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഹിസ് കോൺട്രിബ്യൂഷൻ. തുടർന്നുള്ള പാഠഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.